ഈ ബി ജെ പിയെ സംബന്ധിച്ച് പൊതുവെ ഒരു ആരോപണങ്ങൾ ഉയരുന്നത് ബി ജെ പിക്കെതിരെയല്ല, ബി ജെ പി പ്രവർത്തകരും അനുഭാവികളും ഒപ്പം നേതാക്കളും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഈ മാധ്യമങ്ങൾ ഒരു സംഘപരിവാർ വിരുദ്ധത അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി, ആ ഒരു രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ട് പർപ്പസ്ഫുള്ളി പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിഭാഗം പേരും പഴയ SFI DYFI പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മാധ്യമങ്ങൾക്ക് പൊതുവിലൊരു ഇടത് ആഭിമുഖ്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അല്ലെങ്കിൽ 2024 പൊതു തെരഞ്ഞെടുപ്പോട് ചേർന്ന് വളരെ പ്രകടമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസ് പക്ഷപാതിത്വം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം ആശയത്തേക്കാൾ കൂടുതൽ ഇവരെ സ്വാധീനിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ആ രീതിയിലുള്ള ഫണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ 3 സ്ഥാനാർത്ഥികളെ പോർട്രേ ചെയ്തത് മാത്രം നോക്കിയാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ PR വർക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടത്തി കൊടുക്കുകയായിരുന്നു. അത് മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും റിപ്പോർട്ടർ ചാനൽ പിന്നെ ഒരു ബാലൻസിങ് നിലപാട് എടുക്കാനാണ് ശ്രമിച്ചത്. ബാക്കിയുള്ള 24 ന്യൂസ് ആണെങ്കിൽ ഇവരെല്ലാവരും, ഏഷ്യാനെറ്റ് പ്രത്യേകിച്ചും, ഏഷ്യാനെറ്റൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJPയെ ഡെമണൈസ് ചെയ്യുക, BJPയെ വളരെ മോശമായി കാണിക്കുക, BJPയുടെ ഉള്ളിൽ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുക, ചെറിയ പ്രശ്നങ്ങളെ പോലും പർവ്വതീകരിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്ന പോലെ അത് വളരെ പെരുപ്പിച്ച് കാണിക്കുക, പ്രശ്നമില്ലാത്തടത്ത് സ്വന്തമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ബോധപൂർവം കോഴിക്കോട് പോയിട്ട് K. സുരേന്ദ്രനും രഘുനാഥും രാജിവെക്കണമെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർ തന്നെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഇവർ തന്നെ ഇത് വീഡിയോ എടുത്തിട്ട് ഇവർ തന്നെ വാർത്ത കൊടുക്കുക. ഇവർ പോയിട്ട് മറ്റേ ഏഷ്യാനെറ്റിൻ്റെ ആണെങ്കിലും മാതൃഭൂമിയുടെ ആണെങ്കിലും ഒക്കെ റിപ്പോർട്ടർമാർ നഗരസഭാ കൗൺസിലർമാരെ പോയി കണ്ട് കള്ളത്തരം പറഞ്ഞിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരിൽ നിന്ന് ഉത്തരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാം. ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാനോട് ഇവർ പോയി ചോദിച്ചാൽ എന്താ, തോൽവിയുടെ ഉത്തരവാദിത്വം ചെയർമാനും 18 കൗൺസിലർമാർക്കുമാണെന്ന് പറഞ്ഞുകൊണ്ട് BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഒരു വ്യാജമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ഒരു പ്രതികരണം ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വരും. അവർ നന്നായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അവരും 18 കൗൺസിലർമാരുമാണ് തോൽവിക്ക് ഉത്തരവാദി എന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് അന്വേഷിക്കണമായിരുന്നു. അത് മാത്രമല്ല, ഈ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ട് തോറ്റ് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ചോദ്യം വരുന്നത്. അതെ. അപ്പൊ എന്താ വെച്ചാല് അത് ചോദിക്കണമായിരുന്നു ശരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണെങ്കിൽ അങ്ങനെ ഉണ്ടോ, ഞാനത് പരിശോധിക്കട്ടെ എന്ന് പറയുമായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ട് ആളുകൾ വൈകാരികാവേശത്തിൽ പലപ്പോഴും പ്രതികരിച്ചു പോകും. ആ പ്രതികരണം എടുത്തുകൊണ്ട് വാർത്തയാക്കുക BJPയിൽ പൊട്ടിത്തെറി. ആ പ്രതികരണം എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുപോകാണ്. അതെ BJPയിൽ പൊട്ടിത്തെറി. എന്നിട്ട് അതുമായിട്ട് K. സുരേന്ദ്രൻ്റെ അടുത്ത് പോകുന്നു. ഇതാ എന്താണ് സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പിഴവാണ് പരാജയത്തിൻ്റെ കാരണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി എന്താ പറയുക? ഇത് എന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അവിടെ പറഞ്ഞത് ഇവിടെ പറയുക, ഇവിടെ പറഞ്ഞത് അവിടെ പറയുക. വ്യാജമായിട്ട് വാർത്തകൾ ഇവർ സൃഷ്ടിച്ചെടുക്കുകയാണ്, കൾട്ടിവേറ്റ് ചെയ്യുകയാണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിക്ഷിപ്ത താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. അതല്ലാതെ വെറും TRPക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, ഇത് വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ഇത് BJPയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് BJP അനുഭാവികളുടെ മനസ്സിലൊരു നിരാശ ഉണ്ടാക്കുക എന്നുള്ളതാണ്. BJP കേഡർമാരെ ഡിമോറലൈസ് ചെയ്യുക. BJPക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, എന്തായാലും BJP ജയിക്കാൻ പോകുന്നില്ല, അവിടെ ഭയങ്കര തമ്മിത്തല്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് നിരാശ വരും. കാരണം എന്താ വെച്ചാൽ BJP അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെയുള്ള അന്തരീക്ഷം. 2024 തെരഞ്ഞെടുപ്പിൽ 38 ലക്ഷം വോട്ടാണ് BJPക്ക് കിട്ടിയത്. NDA എന്ന് പറയുന്ന മുന്നണിക്ക് 38 ലക്ഷം വോട്ടാണ് കിട്ടിയത്. കേരളത്തിൻ്റെ മൊത്തം വോട്ട് ഷെയറിന് 20%. അതായത് നമ്മൾ കാണുന്ന 5 ആളിൽ ഒരാൾ BJPക്കാരനാണ് എന്ന് പറയാവുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടായി. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് വന്നു, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്നു, ഒരു സ്ഥലത്ത് നമ്മൾ ജയിച്ചു, ഒരു MP ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഉണ്ടായി. ഇത്രയും നല്ല ഒരു യൂഫോറിയയിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ, അതങ്ങനെ തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ ടോർപിഡോ ചെയ്യാം. ഈ ഒരു ആവേശത്തെ അതിൻ്റെ റൂട്ടിൽ തന്നെ തകർക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ബോധപൂർവ്വം നടത്തിയിട്ടുള്ള കൊട്ടേഷൻ പണിയാണിത്. ആ കൊട്ടേഷൻ പണിക്ക് വലിയ കൃത്യമായിട്ടുള്ള ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാണ്ട് ഇവരുടെ ആശയപരമായിട്ടുള്ള ഒരു ആഭിമുഖ്യം കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല. BJP മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് വളരെ കൃത്യമായിട്ടുള്ളൊരു അനുഭവം പുലർത്തിയുകൊണ്ട് CPMൻ്റെ സ്ഥാനാർത്ഥികൾക്കും വലിയൊരു ഫേവർ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചേലക്കരയിലായിരിക്കും ഒരു പക്ഷേ കുറച്ചും കൂടി ഒരു അനുഭവത്തോട് കൂടിയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തത്. വയനാട്ടിൽ സത്യൻ മൊകേരി എന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അവിടെ പ്രിയങ്ക ഗാന്ധി മാത്രമാണ് ചിത്രത്തിൽ എന്നുള്ള പോലെയാണ്. നവ്യ ഹരിദാസ് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള മികവുകൊണ്ട് ഇവരെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ആളുകളുടെ മുമ്പിൽ വന്നു.
നവ്യ ഹരിദാസ് നല്ലൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ടും അവർക്ക് ആളുകളോട് നന്നായി സംസാരിക്കാൻ അറിയുന്നതുകൊണ്ടും മീഡിയയെ നന്നായി ഹാൻഡിൽ ചെയ്യാനുള്ള കാലിബർ അവർക്കുള്ളതുകൊണ്ടും അവരുടെ വ്യക്തിത്വം കൊണ്ട് അവർ മുന്നോട്ട് വന്നു. അല്ലാണ്ട് മാധ്യമങ്ങളൊരു സഹായം അക്കാര്യത്തിൽ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ വയനാട്ടിലൊരു കോൺട്രാസ്റ്റ് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരാളാണ്. വ്യക്തിഗതമായിട്ടുള്ള എന്തെങ്കിലും ഒരു മികവ് കൊണ്ടല്ല. പ്രിയങ്ക ഗാന്ധിക്ക് സംഘടനാപരമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്താ ചെയ്തിട്ടുള്ളത്? പ്രിയങ്ക ഗാന്ധി പൊളിറ്റിക്സിലേക്ക് വരുന്ന ആദ്യം ഉത്തർപ്രദേശിന്റെ വെസ്റ്റേൺ മേഖലയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? 80 സീറ്റിൽ 72 സീറ്റിലും BJP ജയിക്കുകയും ചെയ്ത് ഉത്തർപ്രദേശിൽ. അതിനുശേഷം ഇവർ എന്താ പറയുക, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവർക്ക് ഈ പറയുന്ന ഉത്തർപ്രദേശിൻ്റെ മുഴുവൻ ചാർജ് കൊടുത്തു. ഉത്തർപ്രദേശിൻ്റെ ചാർജുള്ള സെക്രട്ടറി ആയിട്ട് ഇവരെ മാറ്റി. ആ വട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അവിടെ വന്നത്. കോൺഗ്രസ് 2 സീറ്റിലേക്കാണ് ചുരുങ്ങി. അതായത് 404 സീറ്റുണ്ട് ഉത്തർപ്രദേശിലെ നിയമസഭ. അതിൽ 2 സീറ്റാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വരുന്നത് എന്താ? രാഹുൽ ഗാന്ധി മത്സരിച്ച് രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു സ്ഥലത്ത് ജയിക്കാൻ സാധിച്ചപ്പോൾ അയാൾ രാജിവെക്കുന്ന ഒഴിവിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധിയായിട്ട്, നെപ്പോട്ടിക് കിഡ് എന്നൊക്കെ പറയില്ലേ, ആ നെപ്പോട്ടിസത്തിൻ്റെ ഒരു വക്താവായിട്ട് ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപമായിട്ട് വരികയാണ്. മറ്റാൾ എന്താണ്? മറ്റാൾ കുടുംബത്തിൽ ആരെങ്കിലും BJPയുടെ ഏതെങ്കിലും ഔദ്യോഗിക ചുമതലയിൽ ഇടുന്നതിൻ്റെ ഫലത്തിലൊന്നുമല്ല. സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് സ്വന്തം കഴിവുകൊണ്ട് അവിടെ നിന്ന് വാർഡ് തലത്തിൽ നിന്ന് ആദ്യം കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു, അവിടെ കൂടുതൽ വോട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വരുന്ന ഒരാൾ. ഇങ്ങനെ 2 പേര് തമ്മിൽ മത്സരിക്കുമ്പോൾ ഒരാളെ കാണിക്കാതിരിക്കുകയും മറ്റാൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ അജണ്ടയൊക്കെ വളരെ ക്ലിയറാണ്. പാലക്കാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാലക്കാട് ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR വർക്കാണ് ഇവരെല്ലാവരും ചെയ്തിരുന്നത്. അവിടെ ശരിക്കും കൃഷ്ണകുമാറിനെതിരെ വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഗുണവും കിട്ടിയിട്ടും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇനി അത് 2026 ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസ് ആ രീതിയിൽ തന്നെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി തുടരുന്നുണ്ട്. 2026 അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ പിന്തുണ അവർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ മാധ്യമങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ BJPനെ ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അങ്ങനെ മാധ്യമങ്ങൾ പറയുന്നത്ര വലിയ പ്രശ്നങ്ങളൊന്നും കേരളത്തിലെ BJPയിൽ ഇല്ല.